എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇത്രമാത്രം സന്തോഷവും കൺകുളിർമയും ഒരാൾക്ക് കിട്ടാൻ സാധ്യമാകുന്നത് എന്നതിൻ്റെ 6 കാരണങ്ങൾ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തൻ്റെ ഒരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നിസ്കാരത്തിന്റെ ആസ്വാദനം കിട്ടും. നമ്മുടെ നിസ്കാരം ഇതുവരെ നിസ്കരിക്കാത്തൊരു നിസ്കാരമായി മാറും. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് നമ്മളൊരു ആവശ്യമാണെന്നാണ്. എങ്ങനെ ഇപ്പം ഞാൻ 5 നേരം നിസ്കരിക്കാതിരിക്കുക, ഈ സമയത്ത് ഇപ്പം എങ്ങനെ ഞാൻ പള്ളിയിൽ പോകാതിരിക്കുക, ഈ കൂട്ടത്തിൽ എങ്ങനെ ഞാൻ നിസ്കാരം ഒഴിവാക്കുക എന്നതാവരുത്. നിസ്കാരം എന്നത് നമ്മുടെ ഒരാവശ്യമാണ്. അതിനുവേണ്ടി സമയവും സന്ദർഭത്തെയും ഒരാൾ കാത്തിരിക്കണം. അത് എപ്പോഴുണ്ടാവുള്ളൂ, നിങ്ങൾ ഇഖ്ലാസ് ആവുമ്പോഴുണ്ട്. നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത്. നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത്. ഇത്രയൊക്കെ സജീവമായിട്ടൊരു പൊതുപ്രവർത്തകനാണ് അയാൾ, എന്നിട്ട് അയാൾ നിസ്കരിക്കണ്ടല്ലോ. എന്തൊരു തിരക്കുള്ള കച്ചവടക്കാരനാണ്, എന്നിട്ട് അയാൾ നിസ്കരിക്കണ്ടല്ലോ. അയാൾ എന്തൊരു സമയമില്ലാത്ത ഡോക്ടറാണ്, അയാൾ നിസ്കരിക്കണ്ടല്ലോ. ഇതൊന്നും നമ്മൾ മനസ്സിൽ പറ്റില്ല. എന്താ എപ്പോഴാണെങ്കിലും ഇങ്ങനെ പള്ളിക്ക് പോകും, 5 നേരം അയാൾ പള്ളിക്ക് പോകും. അത്ര ശ്രദ്ധയാണ്, സൂക്ഷ്മത. ഇതിനൊന്നും വേണ്ടി നിസ്കരിക്കണമെന്ന് അതിൻ്റെ ഒരു ഭാരം താങ്ങാൻ പറ്റില്ല. നേരെ മറിച്ച് എൻ്റെ ഒരു ആവശ്യമായി നിസ്കരിക്കുന്നവന് നമസ്കാരത്തിൽ എന്ത് ചെയ്യും, അതിൻ്റെ ആസ്വാദനം കിട്ടുന്നതാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിസ്കരിക്കണ സമയമുണ്ടല്ലോ, ആ സമയം നിസ്കാരത്തിന് കൊടുക്കണം എന്നാണ്. ആ സമയത്ത് നമ്മളെ കച്ചവടത്തിന് കണക്കൂട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ തീർക്കാനോ ഒന്നും പറ്റില്ല. നിസ്കാരത്തിന് അനുവദിച്ചത് 3 മിനിറ്റ് ആണെങ്കിൽ ആ 3 മിനിറ്റ് പൂർണ്ണമായിട്ട് നിസ്കാരത്തിന് കൊടുക്കണം. ശരീരവും മനസ്സും ആ സമയം പൂർണ്ണമായി നമസ്കാരത്തിന് കൊടുക്കുന്ന ഒരാൾക്ക് ആ നിസ്കാരം ആസ്വാദകരമാകുമെന്നാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് എന്ത് വേണമെന്നറിയോ, ഓരോന്നും നിസ്കാരം എന്നൊരു ഇബാദത്താവുന്നുണ്ട്, അതിലുള്ള ചലനം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ കൈ കെട്ടുമ്പോൾ വരെ കൈ എത്ര ഉയർത്തണം, ഒന്നില്ലെങ്കിൽ ഈ ഉദന ചെവി വരെ അല്ലെങ്കിൽ ചുമല് വരെ. അപ്പൊ ആ കൈ ഏതുവരെ ഉയർത്തണം ആരാ തീരുമാനിക്കേണ്ടത്? സൊല്ലു കമറ ആയിക്കുമ്പോൾ യൂസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കേണ്ടത്. അപ്പൊ ആ റസൂൽ തീരുമാനിച്ചു കൊടുത്താണ്. റുക്കൂക്ക് പോകുമ്പോൾ മുട്ടിൽ കൈവിരൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം, നിരത്ത് വെക്കുമ്പോൾ സുജൂക്ക് എങ്ങനെ വെക്കണം, ഏത് അവയവങ്ങളൊക്കെ തട്ടണം, ഇതൊന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അശ്രദ്ധമായി നിസ്കരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ കൈ കെട്ടുന്നു, എവിടെയൊക്കെയോ കൈ പൊന്തിക്കുന്നു, എപ്പോഴൊക്കെയോ പൊന്തിക്കുന്നു, എപ്പോഴൊക്കെയോ പൊന്തിക്കാതിരിക്കുന്നു. എല്ലാം മുതാബഅത്ത് റസൂൽ, അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റണം. 14 റുക്നുകൾ നിസ്കാരത്തിന് ഫുഖഹാക്കൾ എണ്ണി 14 റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അവന്റെ നിസ്കാരം അപൂർണമാകും. നിസ്കാരം എന്ന് പറഞ്ഞാൽ ആ 14 കാര്യത്തും വേണം. ഒന്ന് ഖിയാമ് നിൽക്കണം, അതേപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം അത് കൃത്യമായി ചെയ്യണം. വരിക ചില ആൾക്കാർ റുക്കൂ കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്, ഓടി വന്ന് തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ ആ നേരെ പോകും. ആ തക്ബീറത്തുൽ ഇഹ്റാം അതിന്റെ കോലത്തിൽ നമ്മൾ കെട്ടണം. അതേമാതിരി ഫാത്തിഹ വളരെ കൃത്യതയോടെ ഓതണം. റുക്കൂ വേണം, റുക്കൂ എന്നുള്ള നിവരൽ. അതേപോലെ തന്നെ സുജൂദിൽ 7 തട്ടണ കാര്യം ഇങ്ങനെ പൊന്തിച്ചു പിടിക്കാൻ പറ്റില്ല. 7 അവയവങ്ങളും നിലത്ത് സ്പർശിച്ചാലേ സുജൂദാവുള്ളൂ. സുജൂദ് ശരിയായാലേ നിസ്കാരം എന്ത് ചെയ്യുള്ളൂ, ശരിയാവുള്ളൂ. അതേപോലെ തന്നെ ഇഅ്തിദാല്, അതേപോലെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അടക്കം. തുമഅ്നീനത്ത്. നമുക്കാണ് ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ നെറ്റി തട്ടുമ്പോൾ ഷോക്കേറ്റ പോലെ നെറ്റി ഉയർത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും. തുമഅ്നീനത്തില്ലേ, അയാൾ ചെയ്ത സുജൂദൊക്കെ വെറുതെയായി, അയാൾ ചെയ്ത റുക്കുവൊക്കെ വെറുതായി, അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ്, നിസ്കരിക്കാത്തവനെ പോലെ ആയി എന്നാണ്. അതേപോലെ തന്നെ അതിൻ്റെ ക്രമം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ക്രമത്തിൽ വേണം. അവസാനത്തെ അത്തഹിയാത്ത് വേണം. അതേപോലെ തന്നെ നബി പേര് സലാത്ത് ചെല്ലണം, സലാം വീട്ടണം. ഇങ്ങനെ 10-14 കാര്യങ്ങളിൽ ഒന്ന് വിട്ടുപോയി. ഈ 14ഉം ശ്രദ്ധയോടുകൂടെ ഒരാൾ നിർവഹിക്കുമ്പോഴാണ് നിസ്കാരത്തിലേക്ക് അയാൾ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായി കൊടുക്കുന്നത്. 4-മത്തെ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ എവിടെ നിൽക്കുന്നത് ആ സ്ഥലകാല ബോധം നഷ്ടപ്പെടാൻ പാടില്ല. എന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്നോണ്ട് ഞാൻ നിസ്കാരത്തിലാണെന്നുള്ള ചിന്തയിൽ നിന്ന് 1 മിനിറ്റ് പുറത്തു പോകാൻ പറ്റും. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇഹ്സാൻ എന്ന് പറയുന്നത്. അൻത അബ്ദു റബ്ബക കഅന്നക തറാഹു. പടച്ചോൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പടച്ചോന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ അശ്രദ്ധമായി നിൽക്കാൻ പറ്റും, അലസമായി നിൽക്കാൻ പറ്റും, ഞാൻ വേറെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ പറ്റും. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ശരിയായ ബോധത്തിലായിരിക്കും. 5-മത്തെ കാര്യമായിട്ട് അദ്ദേഹം ഇബ്നു ഖയ്യിം പറഞ്ഞ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം അള്ളാഹ് തന്നതാണ്. പടച്ചോനാണ് എൻ്റെ എല്ലാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരായി പോകണമെങ്കിൽ അത് പടച്ചോൻ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഈ സമയം ഞാൻ വേറൊന്നും ചിന്തിക്കാതെ അള്ളാഹ്ക്ക് കൊടുത്താൽ, പൂർണ്ണമായും കൊടുത്താൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് നമ്മുടെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിലുള്ള നമ്മുടെ ആ ഇൽത്തിജ, അള്ളാഹുവിൽ അഭയം തേടാനുള്ള ആ മനസ്സ് വളരെ പ്രധാനമായ കാര്യം. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, അവസാനം എല്ലാവർക്കും എന്താ പറ്റിയ നിസ്കാരത്തിന് കുഴപ്പം അങ്ങനെ ആലോചിക്കരുതാണ്.
എൻ്റെ നിസ്കാരം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപൂർണമാകും, തക്സീർ ഉണ്ടാവും, ന്യൂനത വരും. ആ ന്യൂനത വരുത്താതെ വളരെ കൃത്യതയോടെ നിസ്കരിക്കണം, ശരിയാക്കണം നിസ്കാരം എപ്പോഴും എന്ന ബോധത്തോടെ നിസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം പൂർണ്ണമാകുന്നതാണ്. സത്യത്തിൽ സുഹൃത്തുക്കളെ, പൂർണ്ണമായ മനസ്സോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയവും ഈ സന്ദർഭവും എല്ലാം പൂർണ്ണമായി അള്ളാഹുവിന് നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. പണ്ഡിതന്മാർ പറയും 5 തരം നിസ്കാരക്കാരുണ്ട്. അപ്പോൾ നമ്മളെ നിസ്കാരം ഏതാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമത്തെ ലാലിമുൻ നഫ്സിഹിയാണ്. എന്താ ഒന്നാമത്തെ ആള്? നിസ്കരിക്കാണ്, അതിനോട് യാതൊരു നീതി പുലർത്തും. ഒന്നെടുക്കുമ്പോൾ മുഴുവൻ അവയവങ്ങൾ നനഞ്ഞോ നോക്കൂല, ഈ നിസ്കാരം ഏതാന്ന് ഓർമ്മ ഉണ്ടാവില്ല, എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല, പ്രാർത്ഥന ചെല്ലിയിൽ ഇറക്കത്ത് 3 എണ്ണായോ 4 എണ്ണായോ 2 എണ്ണായോ ഒരു ബോധമില്ലാത്ത ഒരു നിസ്കാരം. അത് ശരിക്കും എന്താ വെച്ചാൽ അയാൾക്കൊരു കൂലിട്ടാനല്ല, പടച്ചെടുത്തൊരു ശിക്ഷ കിട്ടാനുള്ളൂ. ഇപ്പോൾ വൈലുല്ലിൽ മുസല്ലി എന്നാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുക എന്നുള്ള ഒരു കടമ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാണ് ഒരു വരുന്നവും പോണതും അറിയില്ല, അത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നതാണ്. ഒന്നിലും പൂർണ്ണതല്ലാത്ത ആൾക്കാർ. രണ്ടാമത്തെ എന്താ വെച്ചാൽ നോക്കിയ നിസ്കാരത്തിൻ്റെ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അർക്കാനുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിൽ എത്തിയിട്ടുണ്ട്. അതാ രണ്ടാമത്തെ വിഭാഗം. ഏത്? നിസ്കാരത്തിൻ്റെ എല്ലാ പരിപാടിയും റുക്കൂ സുജൂദും ഒക്കെ ഉണ്ടാവും, ചിലരുടെ ഒക്കെ, പക്ഷേ മനസ്സ് മാത്രം നിസ്കാരത്തിലില്ല. നിസ്കാരത്തിൽ എവിടെയോ എന്തെയോ ആലോചിച്ച് നിൽക്കുന്ന 2. മൂന്നാമത്തെ നിസ്കാരക്കാരൻ ആലോചിച്ചാൽ, മൂന്നാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും, അതേപോലെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കും. പക്ഷേ അതേ സമയം എന്ത് ചെയ്യും, ചില സന്ദർഭങ്ങളിലൊക്കെ ചില അശ്രദ്ധകൾ വന്നു പോകും. അയാൾ പരമാവധി ശ്രമിച്ചിട്ടും ഒരു അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും, യാതൊരു സംശയമില്ല. എന്നാൽ 4ാമത്തെ ഘട്ടത്തിൽ അതിലും അതിൻ്റെ അപ്പുറത്തൊന്നുമില്ലാണ്. എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം കൃത്യതയോടെ നിർവഹിച്ച് ആ നമസ്കാരത്തിൻ്റെ സമ്പൂർണമായ ശ്രദ്ധ, അത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിലേക്ക് വരുമ്പോഴും പുറപ്പെടുമ്പോഴും അതിൻ്റെ ഉളുവിലും എല്ലാം ആ നിസ്കാരം എന്നതിൻ്റെ പ്രാധാന്യത്തെ എല്ലാ നിലക്കും പരിഗണിച്ചു കൊണ്ടുള്ള ഒന്നാണ്. 5ാമത്തത് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുന്നത്? 5ാമത്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ പൂർണ്ണമായ ജീവിതത്തിൽ പരിപൂർണമായ ഭക്തി പുലർത്തി എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു പരിപൂർണത സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിന്റെ നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ നിസ്കാരം പോലെ അല്ലാതെ ജീവിതം മുഴുവനും ശ്രദ്ധ പുലർത്തുന്ന ഒരാൾക്ക് നിസ്കാരത്തിലും അതീവമായ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്നാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ മുഖറബാവുന്നു, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളാവുന്നു. ഏതായിരുന്നാലും നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? എൻ്റെ നിസ്കാരം എനിക്ക് ഭക്തിപൂർണ്ണമാക്കണം, അതിനിപ്പോൾ എന്താ ചെയ്യാൻ? ഞാൻ നിങ്ങൾ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വിശ്വാസിക്ക് ആവശ്യം, എന്താണോ ഒരു മനുഷ്യൻ ആവശ്യം, അത് മുഴുവൻ കിട്ടാൻ ഈ പറയണ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. അതിൽ ഒന്നാമത് പറഞ്ഞെന്താ അറിയോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നതാണ്. നിസ്കാരത്തിൽ ഭക്തി കാണിക്കും, നിസ്കരിക്കുന്നല്ലോ പറഞ്ഞ്, നിസ്കാരത്തിൽ എന്ത് ചെയ്യും? ഭക്തി കാണിക്കും. നിസ്കാരത്തിൽ എങ്ങനെ ഭക്തി കാണിക്കുക? ഹുവ ഹുളൂറുൽ ഖൽബ് ബൈന യദയില്ലാഹി തആല. നമ്മുടെ ഹൃദയത്തെ അള്ളാന്റെ മുമ്പിൽ നിർത്തുക. നമ്മുടെ ഹൃദയത്തെ, നിസ്കരിക്കണമെന്ന് ശരീരത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ആ മനസ്സ് പതറാതെ, മനസ്സ് തെറ്റിപ്പോകാതെ നിലനിർത്താൻ കഴിയുന്നതിനെയാണ് ഖുശൂ എന്ന് പറയുന്നത്. നമ്മളെ നിസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ ചിന്തയും നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിക്കും? ഒന്നും ആലോചിക്കണം. പക്ഷെ നിസ്കാരത്തിൽ നിന്നാൽ ഒരു നിലക്കും ആലോചിക്കേണ്ടതില്ലാത്ത തികച്ചും അപ്രസക്തങ്ങളായ ഉദ്കുർ കഥ അതാലോചിച്ചോ ഇതാലോചിച്ചോ എന്ന് പറഞ്ഞ് പിശാച് നമ്മൾക്ക് വന്ന ആ നിസ്കാരം കഴിയുന്നത് വരെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് നമ്മൾ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ചിന്തകളെ ഇല്ലാതാക്കുക. മറ്റൊന്ന് മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫി സ്വലാത്തി. നിസ്കാരത്തിൽ ചെയ്യുന്ന വാക്ക് പ്രവൃത്തി എല്ലാം മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിസ്കാരത്തിൽ ചെല്ലിൻ്റെ അർത്ഥം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി അത് പഠിക്കണം. നിസ്കാരത്തിൽ ചെല്ലിൻ്റെ പ്രാർത്ഥന അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം. കാരണം അത് നമ്മൾ ആലോചിച്ച് നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ വാക്കുകളിൽ കേന്ദ്രീകരിക്കും. അപ്പോൾ ഭക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ 4 റക്അത്തുണ്ടെങ്കിൽ 4 റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ആവർത്തിച്ച് ഓതൂലേ? ഈ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമുക്ക് മറുപടി പറയുന്നതാണ്. ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. ഓരോന്ന് പറയുമ്പോൾ അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ് അതിനോട് പ്രതികരിക്കുന്നതാണ്. അപ്പം നമ്മൾ എത്ര ശ്രദ്ധയോടെ സൂക്ഷ്മതയിൽ ഫാത്തിഹ 4 എണ്ണത്തിനുമില്ല. നിസ്കാരത്തിൻ്റെ പ്രധാനം ഫാത്തിഹയല്ലേ. അപ്പോൾ ഫാത്തിഹേൻ്റെ അർത്ഥം നമുക്ക് അറിയാമെങ്കിലോ?
ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം നമുക്ക് അറിയുമെങ്കിൽ, ആ 7 വചനത്തിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് അറിയുമെങ്കിൽ അതല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേറെ പോകുന്നത്? തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ മുഴുവനും സംക്ഷിപ്തം ഫാത്തിഹയിലുണ്ട്. ഖുർആന്റെ മൊത്തം ചുരുക്കം അടങ്ങുന്ന ഫാത്തിഹ, അതിൻ്റെ അർത്ഥം നമുക്ക് അറിയെങ്കിൽ അതന്നെയല്ലേ സുഹൃത്തുക്കളെ ആ സമയത്ത് ആലോചിക്കാൻ മാത്രം. അതുകൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. കാരണം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹിന്റെ മുമ്പിൽ വന്നു നിന്നാൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് പ്രത്യക്ഷമായി നമുക്ക് ബോധ്യമുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. പിന്നെന്താ വെച്ചാൽ, എന്തെങ്കിലും ആവശ്യം മനസ്സിൽ വെച്ച് വന്ന് നിസ്കരിക്കരുത്. ഇപ്പം ഭക്ഷണം കഴിക്കാണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി. ഭക്ഷണം കഴിക്കാൻ പോകണമല്ലോ എന്നുള്ള ധൃതിയാവുമ്പോൾ കാര്യങ്ങൾ ആ സമയം നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ലാ സ്വലാത്ത ബി ഹദറത്തി തുആം വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. മൂത്രമൊഴിക്കാനും ബാത്റൂം പോകാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം നിലനിൽക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. 1 റക്അത്തോ 2 റക്അത്തോ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, ബാക്കി നിസ്കരിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഇത് എന്തെങ്കിലും ആവശ്യം, അത് മാത്രമല്ല കേട്ടോ, എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കണം എന്ന് വിചാരിച്ച് ധൃതി പിടിച്ചു വരുമ്പോൾ നമ്മൾ ആ ആവശ്യത്തിലായിരിക്കും മനസ്സുണ്ടായിരിക്കുക. ഒരിക്കലും നിസ്കാരത്തിലേക്ക് ആ മനസ്സ് കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് അത്തരമൊരു ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. എത്ര സമ്പൂർണ്ണമാണത്! അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹു നിന്നെ സ്മരിക്കുക, അള്ളാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്താൻ എന്നെ നീ സഹായിക്കണം. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, നീ എന്തൊക്കെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് അതിനൊക്കെ നന്ദിയുള്ളവനാകാൻ നീ എന്നെ അനുഗ്രഹിക്കണം. വഹുസ്നി ഇബാദത്തിക, നിനക്കുള്ള ആരാധനകൾ നന്നാക്കാൻ, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കാൻ എന്നെ നീ സഹായിക്കണം എന്ന് അള്ളാഹുവോട് പ്രത്യേകമായി എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കും. ഒന്നില്ലെങ്കിൽ സലാം വീട്ടിന് മുമ്പ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പറയാം. അപ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ശ്രദ്ധയും, നിസ്കരിക്കുന്ന നമ്മൾ ആ നിസ്കരിക്കുന്ന സമയം പൂർണ്ണമായി മനസ്സും ശരീരവും അള്ളാഹുവിന് നൽകി നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിസ്കരിക്കുന്ന എല്ലാവരും അത്തരത്തിൽ ആത്മാവുള്ള ജീവനുള്ള ഒരു നമസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും കണക്കില്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാതിരിക്കാം, എപ്പോഴാണെങ്കിലും നിസ്കരിക്കാം. സാധാരണഗതിയിൽ ഒരു പ്രസവത്തിന് ഒരു ലേബർ റൂമിൻ്റെ ടേബിളിൽ കിടക്കുമ്പോൾ പോലും സഹോദരിമാർ സംശയിച്ചു വെക്കാണ്, എപ്പോൾ മുതലാണ് എനിക്ക് നമസ്കാരം പറ്റാത്തത്? പ്രസവിച്ച് അവർ അശുദ്ധിയാകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ അവർക്ക് നമസ്കരിക്കാൻ ബാധ്യതയുണ്ട് ജീവിതത്തിൽ. അത്രമാത്രം പ്രധാനമാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയാകുന്നത്. ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുന്നത് 2 നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ പറ്റുന്നൊരു സമയത്തിലാണെങ്കിൽ കഴിഞ്ഞു പോയ ഒരു നമസ്കാരം കൂടെ വീണ്ടെടുത്ത് നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം കുറച്ച് സമയം നിസ്കാരത്തിന് കൊടുക്കുന്നു, അതേപോലെ തന്നെ ശാരീരികമായ ഒരു അധ്വാനം ചെലവഴിക്കുന്നു, ഒരു സ്ഥലം അതിനുവേണ്ടി കണ്ടുപിടിക്കുന്നു. ആ സമയം നമുക്കെതിരാവാതിരിക്കാൻ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെയും നമസ്കാരം നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുക.